ഹലോ, ഇന്ന് നമ്മൾ അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കോൺ വെച്ചിട്ടുള്ള ഒരു പറാത്തയുടെ റെസിപ്പി ആട്ടോ ചെയ്യാൻ പോണത്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ ഇത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു കോൺ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നമുക്ക് തോലൊക്കെ മാറ്റാം. അതിന് ശേഷം നമുക്കിത് കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് ഉപ്പിട്ട വെള്ളത്തിലിട്ടിട്ട് നന്നായി വേവിച്ച് എടുക്കണം. ഇത് വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മറ്റൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ആട്ടയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം, കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇത് കുഴയ്ക്കാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് കുഴച്ചിട്ട് മാറ്റി വയ്ക്കാം. നേരത്തെ നമ്മൾ കഷ്ണങ്ങളാക്കി മുറിച്ച് വേവിച്ച് വെച്ചിട്ടുള്ള കോൺ എടുത്ത് അതിൽ നിന്ന് മണികളൊക്കെ വേർപ്പെടുത്തിയെടുക്കാം. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കോണും ഇട്ട് കൊടുത്തിട്ട് ചെറുതായി ഒന്ന് ചതച്ചെടുക്കണം. നന്നായി അരയണ്ട, ചെറുതായി ഒന്ന് എല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇതുപോലെ നമ്മൾ ആക്കിയ ശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഒരു പാൻ എടുത്തിട്ട് അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് പെരിഞ്ജീരകമാണ് ഇട്ട് കൊടുക്കേണ്ടത്. പെരിഞ്ജീരകം ചെറുതായി പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള സവോളയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ അതിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇത് നന്നായി വാടി വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇതെല്ലാം കൂടി നന്നായി മിക്സായിട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള കോണാണ് ഇട്ട് കൊടുക്കേണ്ടത്. കോൺ ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് കുറച്ച് നേരം നമ്മൾ നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ നന്നായി മിക്സായിട്ട് വരുമ്പോൾ നമുക്കിനി അവസാനം ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി എടുക്കാം. ഇനി നമുക്ക് നേരത്തെ നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് കുറച്ച് വലിയ ഉരുളകളാക്കിയിട്ട് തന്നെ മാറ്റണം. അതിനുശേഷം അതൊന്ന് ചെറുതായി പരത്തി അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കൂട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ബോൾ പോലെ ആക്കിയെടുക്കണം. എന്നിട്ട് കയ്യിൽ വെച്ചൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമുക്കത് ചപ്പാത്തി പരത്തുന്ന പോലെ ചെറുതായി ഒന്ന് പരത്തി കൊടുക്കാം. അധികം അമർത്തി പരത്തണ്ട, ചെറുതായി ഒന്ന് പരത്തി കൊടുത്താൽ മതി. അതുപോലെ നമ്മൾ എല്ലാതും അതുപോലെ പരത്തിയെടുക്കാം. നമുക്ക് ഇനി നമുക്കിതെല്ലാം കൂടിയിട്ട് നന്നായി വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ പരത്തി വെച്ച ഓരോ പൊറോട്ടയും നമുക്ക് അതിലേക്ക് വെച്ച് കൊടുത്ത് വേവിക്കാം. ഓരോ വശത്തും നമ്മൾ കുറേശ്ശെ ഓയിൽ പരട്ടി കൊടുക്കാം. ഓയിൽ പരട്ടി കൊടുത്ത് രണ്ട് സൈഡും നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇതുപോലെ നമുക്ക് രണ്ട് സൈഡും നന്നായിട്ട് വെന്ത് കിട്ടണം. അതുപോലെ രണ്ട് സൈഡ് നന്നായി വെന്ത് കിട്ടി നമ്മുടെ കോൺ കൊണ്ടുള്ള പറാത്ത റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റും അതുപോലെ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി പരത്തി വെച്ചിട്ടുള്ള പറാത്തകളെല്ലാം വേവിച്ചെടുക്കാം. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.